ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ അറിവ് എന്നുള്ള ആ വിഷയം, അതിൻ്റെ വിശകലനം കുറച്ചുകൂടി സങ്കീർണമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചുറ്റിത്തിരിഞ്ഞ് കിടക്കുന്ന അതിനെ ഒന്ന് ഗുരു വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയിലും അന്യയിലും ഏത് രീതിയിലാണ് സമ അന്യ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ സാമാന്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഉണർന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, ജാഗ്രത അവസ്ഥയിലാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. സ്വപ്നം കാണുന്ന സമയത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ ചിലർക്ക് വീണ്ടും ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള ആവലാതികളും വ്യവലാതികളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും സാമാന്യ ജനത്തിന് ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ, നമ്മളെല്ലാവരും ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് മഹർഷി ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ വരുന്ന വിഷയങ്ങളെ എങ്ങനെ നമ്മൾക്ക് അതിജീവിക്കാം, ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാം, അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ഒരുപാട് വിഷയങ്ങളിലേക്ക്, ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് ആത്യന്തികമായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത സുഖം, ശാന്തി, സമാധാനം വേണമെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആധുനിക ശാസ്ത്രത്തിൻ്റെയൊക്കെ വികാസം നമ്മൾ നോക്കുമ്പോൾ അനന്തമായിട്ട് കിടക്കുകയാണ്. അതിനകത്ത് എങ്ങും എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ അത് പരന്ന് കിടക്കുകയാണ്. അവിടെ എല്ലാത്തിലും നമ്മൾ എത്തി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ തൃപ്തരല്ല. ആ തൃപ്തരല്ലാത്തതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുന്നുമില്ല. കോടീശ്വരന്മാരാണ് എങ്കിലും അവർക്ക് വീണ്ടും കോടികൾ ഉണ്ടാക്കണം, സുഖസൗകര്യങ്ങൾ വീണ്ടും വേണം. എത്രയൊക്കെ, അതെല്ലാം ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് താനും. എത്രയൊക്കെ കിട്ടിയാലും അതിലൊരു സംതൃപ്തി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല, ആരിലും കാണുന്നില്ല. പാവപ്പെട്ടവനിൽ അവന് പണമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, പണമുള്ളവന് അത് ഉണ്ടെങ്കിലും അതിലവന് സംതൃപ്തി കിട്ടാത്ത അതിൻ്റെ ബുദ്ധിമുട്ട്. മിഡിൽ ക്ലാസ് ഉള്ളവനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എവിടെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ അത്യന്തം അസ്വസ്ഥനാണ് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ മറ്റു പലതിലേക്കും എത്തിപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും നമ്മുടെ മനസ്സിൻ്റെ മറ്റൊരു രീതിയിലുള്ള കൃത്യമായിട്ടുള്ള അറിവിൻ്റെ അഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഗുരു പറയുകയാണ് 40ാമത്തെ ശ്ലോകത്തിൽ, ഈ സമയിലും അന്യയിലും സദാപി വന്നിങ് അമരുവത് ഉണ്ടതിൻ വിശേഷശക്തി അമിതയതാകിലും ആകെ രണ്ടിവറ്റിൻ ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് രണ്ടും സംഭവിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഭ്രമം കൊണ്ടെന്ന് പറയാണ്. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഭ്രമം, തെറ്റായ പലതിലേക്കുമുള്ള ഓട്ടമാണ് ഭ്രമരം. വണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ച് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ മനുഷ്യൻ്റെ മനസ്സും ഈ രണ്ടിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടിനെയും കൊണ്ട് വന്ന് ചേർത്ത് നിർത്തുന്ന ഒരിടമുണ്ട്. അതാണ് ശരിക്കുമുള്ള ഈ സമ, അല്ലെങ്കിൽ ഈ നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു അറിവ്.
ഇവിടെ ഈ അറിവിനെ നമ്മൾക്ക് നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ, അതിനെ മഹർഷിമാർ സൂചിപ്പിക്കുന്നത് ധ്യാനം എന്നൊക്കെയാണ്. നിരന്തരമായിട്ടുള്ള ധ്യാനത്തിലൂടെ, ജിതു കൃഷ്ണമൂർത്തിയെ പോലുള്ളവർ അവയർനെസ് എന്ന് പറയും, അവബോധം. ഇതിലൂടെ മാത്രമേ നമുക്ക് ആ തിരിച്ചറിവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ ഈ വെളിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിൻ്റെ ഭ്രമത്തെ, ആ തെറ്റായ ധാരണയെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ പറ്റണം. പലപ്പോഴും മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മുടെ ഓട്ടം. അപ്പോൾ ആ ഓട്ടത്തെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് അറിവ് വന്നേ പറ്റൂ. അപ്രകാരം ഉള്ള ഒരു അറിവിലേക്കാണ് ഗുരു നമ്മളെ കൈപിടിച്ചുയർത്തുന്നത്. ഏത് ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ 100 ശ്ലോകങ്ങളിലൂടെ ഓരോരോ ഉദാഹരണങ്ങൾ എടുത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ എടുത്ത് ആ ഗുരു സൂചിപ്പിക്കുകയാണ്, ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചൂണ്ടിക്കാട്ടൽ നടത്തിയിട്ടും നമ്മൾക്ക് ചില മുൻവിധികൾ ഉള്ളതുകൊണ്ട് അത് പഠിക്കുവാനോ അതിനെ ശ്രദ്ധിക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനോ അതിനെ നമ്മൾക്ക് സ്വാംശീകരിക്കുവാനോ സാധിക്കാതെ പോകുന്നു. ആ പോരായ്മകളെ നമുക്ക് നികത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഏവർക്കും അതിന് ഇടവരട്ടെ. നമസ്കാരം.